16 സംഘടനകളാണ് ഇത്തവണ സന്നിധാനത്ത് അന്നദാനം നടത്തുന്നതിനായി അപേക്ഷ നൽകിയത്. ഇതിൽ 13 സംഘടനകൾ മകരവിളക്കിന്റെ അവസാനഘട്ടത്തിൽ അന്നദാനം നടത്തുന്നതിനാണ് അപേക്ഷ നൽകിയത്. ഇത് മകരവിളക്കിന്റെ സമയത്ത് കൂടുതൽ പേർക്ക് സന്നിധാനത്ത് തങ്ങാൻ അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായാണെന്ന് കത്തിൽ പറയുന്നു. കൂടാതെ അന്നദാനം നടത്തുന്നവരിൽ ചിലർ ജനങ്ങളിൽ നിന്ന് വ്യാപകമായി പണപ്പിരിവ് നടത്തുന്നുവെന്നും ആക്ഷേപമുണ്ട്. അന്നദാനത്തിനെത്തുന്ന സംഘടനകളുടെ ഉദ്ദേശശുദ്ധി കൃത്യമായി പരിശോധിക്കപ്പെടുന്നില്ല. ഇതിനാൽ മകരവിളക്ക് അടുത്ത ദിവസങ്ങളിൽ അന്നദാനത്തിനെത്തുന്ന സംഘടനകളിൽ നിന്ന് 1 ലക്ഷം രൂപ വാടക ഈടാക്കണമെന്ന നിർദ്ദേശവും കത്തിലുണ്ട്. ഇതിൽ പ്രതിഷേധിച്ച് സന്നിധാനത്ത് 8ഇടങ്ങളിൽ അന്നദാനം നടത്തുന്ന സംഘടന ഇന്നലെ രാത്രിയോടെ വിതരണം നിർത്തി. ഹോട്ടലുകളെ സഹായിക്കാനാണ് ദേവസ്വത്തിന്റെ നിർദ്ദേശമെന്നാണ് ഇവരുടെ ആരോപണം. Sir, we are conducting Annadhanam nearly 13 years. Nowhere in the world this type of problem. He is asking money for day 1 lakh rupee. സന്നിധാനത്ത് അന്നദാന മണ്ഡപം നിർമ്മിച്ചു നൽകുന്ന ഹൈദരാബാദിലെ സംഘടനയെക്കുറിച്ച് ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ട്. സംഘടനകളെ ഒഴിവാക്കി അടുത്ത സീസൺ മുതൽ അന്നദാനം നേരിട്ട് നടത്താനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ക്യാമറ പേഴ്സൺ അഫ്സൽ രാജിനൊപ്പം മനീഷ് മൂർത്തി, മീഡിയ 1, സന്നിധാനം.